UDF അധികാരത്തിലെത്തിയാൽ ജമായത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നും പല മാറാടുകൾ ആവർത്തിക്കുമെന്നും കഴിഞ്ഞ ദിവസം CPIM നേതാവ് AK ബാലൻ പരാമർശിച്ചിരുന്നു. ഇതിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചതും പ്രേക്ഷകർ കണ്ടതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, വലിയ ആരോപണമാണ് AK ബാലൻ ഇന്നലെ ഉന്നയിച്ചത്. അതിനോടിപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ്, തീർച്ചയായും അതായത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് AK ബാലൻ അത്തരത്തിലൊരു പ്രതികരണം, ഒരു പ്രസ്താവന നടത്തിയെന്നുള്ള കാര്യം വ്യക്തമാണ്. AK ബാലൻ ഇന്നലെ പാലക്കാട് പറഞ്ഞത് UDF കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, മാറാടുകൾ വീണ്ടും ആവർത്തിക്കും എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഇതിൽ അതിരൂക്ഷമായാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് BJP രാജ്യത്തുടനീളം നടത്തുന്ന സംഘപരിവാർ വൽക്കരണത്തിന്റെ, വർഗീയമായി വിഭജിക്കുന്നതിന്റെ ഭാഗമായി വേണം ഇതിനെയും കാണാൻ. CPM ആ തന്ത്രം പയറ്റുകയാണ് കേരളത്തിൽ. ഇത് കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്താവന നടത്തുന്നത്. മുൻപ് ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമെന്ന പ്രചാരണം BJP നടത്തിയിരുന്നു. അത് വർഗീയ ഭിന്നിപ്പിനിടയാക്കിയ പ്രചാരണമായിരുന്നു അന്ന് നടത്തിയത്. അതേ മോഡൽ പ്രചാരണം കേരളത്തിൽ നടത്താൻ CPIM മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. അതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇതിൽ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ AK ബാലനും നടത്തിയ പ്രസ്താവനകൾ, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലൻ നടത്തിയ പ്രസ്താവനകൾ കൂട്ടിവെക്കാവുന്നതാണ്. വെള്ളാപ്പള്ളി എതിർത്ത CPI നേതാവ് ബിനോയ് വിശ്വത്തിന്റെ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് AK ബാലന് എന്തു മറുപടിയാണ് നൽകാനുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുമാത്രമല്ല, ബിനോയ് വിശ്വം AK ബാലന്റെ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുന്നു. ബിനോയ് വിശ്വം ഉത്തരം താങ്ങുന്ന പല്ലി എന്ന പ്രചാരണമാണ് CPIM നേതാക്കൾ നടത്തുന്നത്. ഇടതുമുന്നണി ശിഥിലപ്പെടുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ CPM മറുപടി പറയണമെന്ന് അദ്ദേഹം പറയുന്നു. AK ബാലന്റെ പ്രസ്താവനയെ CPIM അംഗീകരിക്കുന്നുണ്ടോ എന്ന് CPM വ്യക്തമാക്കണം. ഒപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇതിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പം മുമ്പ് വ്യക്തമാക്കിയത്. ദിലീപ് കുമാർ. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.